ഹായ് ഓൾ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റഡീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ സ്റ്റോക്സിനെ പറ്റി പഠിച്ചു. എങ്ങനെയാണ് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, നമുക്കതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ഈ സെഗ്മെൻറ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു സെഷനാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് എഫ് ആൻഡ് ഒ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ക്രയവിക്രയം ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഇതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേര് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ഒരു സെഗ്മെൻറ്റാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. അപ്പോൾ ഈ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവി, ഇല്ലേ? ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു ഓപ്ഷനുണ്ട്. എന്തായാലും മലയാളം കറക്റ്റ് എനിക്കറിയത്തില്ല. ഒരു ഓപ്ഷൻ, ഓക്കെ. അതിനകത്തിൽ നഷ്ടം വരാം, ലാഭം വരാം, രണ്ടും അവിടെ സംഭവിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സംഭവം. ഞാൻ ഈ സംസാരിക്കുന്നത് വളരെ പച്ച മലയാളത്തിലാണ്. ആക്ച്വലി ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒത്തിരി ഇംഗ്ലീഷ് ടേംസും കാര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഒരു സാധാരണ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റും, എങ്ങനെ അവരുടെ മനസ്സിലോട്ട് പാസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ പച്ച മലയാളത്തിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം അതിനകത്ത് തിയറട്ടിക്കലായിട്ട് ചിലപ്പോൾ പല മിസ്റ്റേക്കുകളും കാണും. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വലിയ പ്രൊഫഷണലിസം ഒന്നും കാണത്തില്ല. ഒരു പ്രൊഫഷണലായിട്ട് ഇത് പറഞ്ഞ് അതിൻ്റെ തിയറിയും ടേംസും ഒക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ഒരു സാധാരണ ഒരാൾക്ക് എങ്ങനെ ഈ സംഭവം വളരെ 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 സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ പറയാം എന്ന് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതങ്ങനെ പറയുമ്പം ചിലപ്പം പല ടേംസും പല കാര്യങ്ങളും തെറ്റായിരിക്കാം. ഓക്കെ, തെറ്റല്ല, ചിലപ്പം മറ്റുള്ളവർ ഇത് പഠിച്ചവർക്ക് ചിലപ്പം ഇത് ഒരു ഫൂളിഷ്നെസ് ആയിട്ട് തോന്നാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ സിംപ്ലിഫൈ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നുള്ളതാണ്. ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഒരു എപ്പിസോഡുകൊണ്ട് 2 എപ്പിസോഡൊന്നും തീരത്തില്ല. ഇതിനകത്തിൽ കടൽ പോലെ കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് ആറ്റി കുറുക്കി ഒരു ചെറിയ സംഗ്രഹമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ വേറെ അടുത്ത ഒരു സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ വേറൊരു എപ്പിസോഡിലോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അതിനകത്തിൽ എങ്ങനെ ട്രേഡ് ചെയ്യും, എങ്ങനെ ആ സംഭവം എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം ഞാനിത് പറയുന്നത് എന്താണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, ഇതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്, ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തിൽ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ട്രേഡും കാര്യങ്ങളൊക്കെ അതൊരു വേറൊരു വീഡിയോക്കകത്ത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ സമയം ഒത്തിരി അങ്ങ് കളയുന്നില്ല, നമുക്ക് കടന്നു വരാം. ആദ്യം നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. നിങ്ങൾ പറഞ്ഞല്ലോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം, ഇത് ഡെറിവേറ്റീവ് മാർക്കറ്റാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൽ ധാരാളം ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഫ്യൂച്ചേഴ്സിനെ എടുക്കാം. എന്താണ് ഫ്യൂച്ചേഴ്സ്? ഈ പേര് അർത്ഥമാക്കുന്നത് തന്നെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റാണ്. ഓക്കെ, രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു സർട്ടൺ എമൗണ്ട് അല്ലെങ്കിൽ ഒരു സർട്ടൺ കാര്യത്തിൽ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര ഒരു പീരീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രേഡാണ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അതിന് കൃത്യമായ ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് ആ എക്സ്പയറി ഡേ ആകുമ്പോൾ, അതിന് എക്സ്പയറി ഡേ എന്നാണ് സാധാരണ പറയുന്നത്. ആ ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എന്നാണോ ഒരു കോൺട്രാക്റ്റിൻ്റെ എൻഡ് അത് ഫുൾഫിൽ ചെയ്യേണ്ട ദിവസം വെച്ചേക്കുന്നത്, ആ ദിവസം നമ്മളിത് പാലിക്കണം. അതായത് ഇത് നഷ്ടമായാലും ലാഭമായാലും നമ്മൾ ആ എഗ്രിമെൻ്റ് ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ ഫ്യൂച്ചേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് സിമ്പിളായിട്ട് മലയാളത്തിലൊരു കഥ പറഞ്ഞ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് ചെയ്യുമ്പം ലാഭം ഉണ്ടാകാനുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ എഫ്&ഒയ്ക്കകത്തിൽ ലാഭനഷ്ട സാധ്യതകൾ വളരെ കൂടുതലാണ്. ലാഭം കിട്ടിയാൽ കുന്നുപോലെ ലാഭം കിട്ടും, നഷ്ടം വന്നാലും അതുപോലെ കുന്നുപോലെ ലാഭം വരും. അത് ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിച്ചും പഠിച്ചും മാത്രമേ ഇതിനകത്തിൽ ട്രേഡ് ചെയ്യാവൂ. പൈസ പോകാനും വരാനും നിമിഷ നേരം മതി. 1 മിനിറ്റ് കൊണ്ട് ചിലപ്പം ചോർന്നു പോകാനും 1 മിനിറ്റ് കൊണ്ട് കോടീശ്വരനാകാനും
പറ്റുന്ന ഒരു സംഭവം. ഇതിനെ ഗ്യാംബ്ലിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗ്യാംബ്ലിംഗ് സ്വഭാവത്തോടെ ഇതിനെ കാണുന്നവർക്ക് അത് ഒരു വലിയ റിസ്ക് തന്നെ ആയിരിക്കും. അല്ല, ഇത് കൃത്യമായി പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് കൃത്യമായി ലാഭം എടുക്കാനും പറ്റും. അവിടെയും നിങ്ങൾ ന്യായം പാലിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തിൽ ആക്രാന്തം പാടില്ല, അത്യാഗ്രഹം പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഫ്യൂച്ചേഴ്സ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അത് ഞാനൊരു കഥയിലൂടെ ഞാൻ നിങ്ങളെ വ്യക്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കും. നമുക്ക് കോട്ടയം പട്ടണം തന്നെ എടുക്കാം. കോട്ടയം പട്ടണത്തിൽ ഒരു പ്രധാനപ്പെട്ട പേരുകേട്ട ഒരു ജന്മി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അച്ചായനായിരുന്നു മാത്തുക്കുട്ടി അച്ചായൻ, കോട്ടയത്ത്. ഓക്കെ, അപ്പം മാത്തുക്കുട്ടി അച്ചായന് കോട്ടയം ടൗണിൽ തന്നെ 2-3 മുറി കടയും അല്പസ്ഥലവും റോഡ് സൈഡിൽ അല്പസ്ഥലവും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം മാത്തുക്കുട്ടി അച്ചായൻ ഇപ്പം കുറച്ച് പ്രായമായി. ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ റോഡിലൊന്നും അങ്ങനെയൊന്നും പോകാറൊന്നുമില്ല. മാർക്കറ്റിലോട്ടൊന്നും ഇറങ്ങാറില്ല, ടൗണിലോട്ടൊന്നും പോകാറില്ല. പ്രായമായി, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും മാത്തുക്കുട്ടിച്ചാൻ ഇതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ കിട്ടി അത് വെച്ചാണ് ജീവിക്കുന്നത്. മക്കളൊക്കെ വിദേശത്താണ്. മാത്തുക്കുട്ടിച്ചാനും ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ മാത്തുക്കുട്ടിച്ചാൻ്റെ സുഹൃത്താണ് അവിടുത്തെ നമ്മുടെ കോട്ടയം പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു ബ്രോക്കറായ തങ്കപ്പച്ചേട്ടൻ. തങ്കപ്പച്ചേട്ടൻ നമ്മുടെ മാത്തുക്കുട്ടിച്ചാൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഓക്കെ, ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ആയ കാലത്ത് ഒത്തിരി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് ഇവർ. അപ്പം ഇവർ തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരികയും കാണുകയും പോവുകയും ചെയ്യും. അപ്പം തങ്കപ്പച്ചേട്ടൻ ഇപ്പോഴും ബ്രോക്കറായിട്ട് തുടർന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുള്ളി ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ബ്രോക്കറായിട്ട് തന്നെ തുടരുന്നു. മാത്തുക്കുട്ടിച്ചായൻ പ്രായാധിക്യം കൊണ്ട് വീട്ടിലിരിക്കുന്നു, അങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ല. അപ്പോൾ ഒരിക്കൽ മാത്തുക്കുട്ടിച്ചായൻ നമ്മുടെ തങ്കപ്പച്ചേട്ടനെ കണ്ട പറയടാ, നമ്മുടെ ആ ടൗണിലുള്ള ആ കടമുറി അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആ സ്ഥലം എല്ലാം കൊടുത്തേക്കാം, നമുക്കിനിയും ഇനി ഇത് ആർക്ക് വെച്ചേക്കാനാ, വിറ്റ് എല്ലാം ഇടപാടെല്ലാം തീർത്ത് മക്കൾക്കുള്ളതൊക്കെ കൊടുത്തേക്കാം എന്നൊക്കെ തങ്കപ്പച്ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ തങ്കപ്പച്ചേട്ടൻ പറഞ്ഞു ഓക്കെ സാറ് വിളിച്ചാൽ നമുക്ക് ആരെങ്കിലും പാർട്ടികൾ വരുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തങ്കപ്പച്ചേട്ടൻ എങ്ങനെയോ അറിഞ്ഞു കോട്ടയം ടൗണിൽ ലുലു മാള് വരുന്നു എന്ന്. ആർക്ക് കിട്ടിയില്ല. അപ്പം ബ്രോക്കർമാർക്ക് ഇഷ്ടംപോലെ ന്യൂസുകൾ കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെയോ തങ്കപ്പച്ചേട്ടൻ അറിഞ്ഞു ഇത് സംഭവം ഇവിടെ ലുലു മാള് വരുന്നുണ്ട്, ഇന്ന സ്ഥലത്താണ് വരുന്നതെന്ന്. അപ്പം നോക്കിയപ്പം സൂക്ഷം പോലെ നമ്മുടെ മാത്തുക്കുട്ടിച്ചായൻ്റെ കടമുറിയുടെ ആ കിടക്കുന്ന സ്ഥലത്തിന് തൊട്ട് ഏകദേശം അടുത്തൊക്കെ തന്നെയാണ് ഈ ലുലു മാള് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആയപ്പം തങ്കപ്പച്ചേട്ടൻ പെട്ടെന്ന് കത്തി. തങ്കപ്പച്ചേട്ടൻ വെച്ചടിച്ച് മാത്തുക്കുട്ടിച്ചാനോട് പറഞ്ഞു, മാത്തുക്കുട്ടിച്ചാനൊന്നും അറിയില്ല, വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ. മാത്തുക്കുട്ടിച്ചാനോട് പറഞ്ഞു അച്ഛാ ഒരു പാർട്ടി വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥലം മേടിക്കാൻ, കൊടുക്കാമോ? അതെന്താടാ പോയി കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം മാത്തുക്കുട്ടിച്ചാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം കോട്ടയം പട്ടണമല്ലേ, സെൻറ്റിന് ഞാനൊരു കണക്ക് എനിക്കാണ് അവിടുത്തെ കണക്കൊന്നും അറിയത്തില്ല, കോട്ടയത്തിലെ വില നിലവാരം അറിയത്തില്ല, ഞാനിപ്പോൾ അങ്ങ് പറയുക ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം ഞാൻ പറയടാ പോയി ഒരു കാര്യം ചെയ്യും, സെൻറ്റിന് സ്ഥലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ആ സ്ഥലത്തിന് സെൻറ്റിന് ഒരു 5 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം തങ്കപ്പച്ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ സംഭവം ലുലു മാൾ വന്ന കാര്യം വേറെ ആർക്കും അറിയത്തില്ല. അപ്പം തങ്കപ്പച്ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു പാർട്ടി ഉണ്ട്, നമുക്കൊരു എഗ്രിമെൻ്റ് അങ്ങ് എഴുതിയേക്കാം ഒരു 6 മാസത്തേക്ക്, അവർക്ക് പൈസക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പം 6 മാസത്തിനകം അവർ സെറ്റിൽ ചെയ്യും എന്ന് പറഞ്ഞു. അതെന്താടാ പോയി കുഴപ്പമില്ല, നീ നിനക്കറിയാവുന്ന ആളല്ലേ, ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പം തങ്കപ്പച്ചേട്ടൻ ഒരു എഗ്രിമെൻ്റ് അങ്ങ് എഴുതുന്നു തങ്കപ്പച്ചേട്ടൻ്റെ പേരിൽ തന്നെ, അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി തങ്കപ്പച്ചേട്ടൻ എന്ത് ചെയ്യുന്നു, ഒരു എഗ്രിമെൻ്റ് അങ്ങ് എഴുതുന്നു. 6 മാസത്തിനകം 1 ലക്ഷം ഞാൻ പറഞ്ഞു, 1 ലക്ഷം 5 ലക്ഷം രൂപ വെച്ച് 10 സെൻറ്റ് വസ്തുവാണെന്ന് വിചാരിച്ചു. 10 സെൻറ്റ് വസ്തു 6 മാസത്തിനകം, 6 മാസം ഇന്നേക്ക് 6 മാസത്തിനകം പിന്നെ ഇത്ര ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഈ വസ്തു 5 ലക്ഷം രൂപ കണക്കിൽ ഈ 10 സെൻറ്റ് വസ്തു 50 ലക്ഷം രൂപയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചോളാം എന്നൊരു കരാർ എഴുതുന്നു. ഓക്കെ, ഇവർ തമ്മിൽ. അപ്പോൾ ഈ കരാർ എന്തുവാണ്, ഈ കരാർ ഫുൾഫിൽ ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ തമ്മിൽ ഈ കരാർ എഴുതുന്നു. ഓക്കെ, ഈ കരാർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇദ്ദേഹം ഈ പൈസ ഇത് വാങ്ങിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്ത് വിചാരിച്ചു. 10 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്ത് നമ്മൾ എഴുതി, എന്നിട്ട് ബാക്കി 40 ലക്ഷം രൂപ ഇന്ന ദിവസം സമയമാകുമ്പോൾ സംഭവം തരണം എന്ന് നമ്മൾ എഴുതുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം എന്ത് ചെയ്തു, ലുലു മാൾ പോച്ചും അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞു തുടങ്ങി ലുലു മാൾ വരുന്നു. അവസാനം സംഗതി ഫ്ലാഷായി, ലുലു മാൾ വരുന്നു.
അപ്പോൾ അച്ചായൻ പറയും, എടാ നീ എന്നാ പണിയാണ് കാണിച്ചേ, ഇതാ നമ്മൾക്ക് ലുലു മാൾ വരുന്നത്, അപ്പോൾ നമ്മുടെ വസ്തുവിന് വില കൂടുതൽ. അതച്ചായ അതും നമുക്കറിയത്തില്ല, നമ്മൾ 8ൻ്റെ ഒരു പണി കിട്ടി, ഇടയ്ക്ക് വീഡിയോ കട്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, എടാ നീ എന്നാ പണിയാണ് കാണിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അച്ചായ എനിക്ക് അറിയത്തില്ല, നമ്മളിപ്പോൾ എന്തായാലും ആ പാർട്ടി വന്ന് പറഞ്ഞു നമ്മൾ വില ഉറപ്പിച്ചു, ഈ സംഭവം കൊടുത്തേക്കത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സമയമാകുമ്പം നമുക്ക് ഈ സാധനം അച്ചായന് നഷ്ടമായാലും ലാഭമായാലും ആ സമയമാകുമ്പം മാത്തുക്കുട്ടിച്ചാൻ ഈ സാധനം എഴുതി കൊടുത്തേ വെക്കത്തുള്ളൂ. ഓക്കെ, തങ്കപ്പച്ചേട്ടൻ എന്താ ചെയ്യുന്നത്, ഇത് നടുക്കിരിക്കുന്ന തങ്കപ്പച്ചേട്ടൻ എന്ത് ചെയ്തു, ഇത് വേറൊരാളെ കണ്ടുപിടിച്ച് വേറൊരാൾക്ക് അതേ വേറെ കോൺട്രാക്റ്റ് 8 ലക്ഷം രൂപയ്ക്ക് എഴുതി ആ സാധനം തങ്കപ്പച്ചേട്ടൻ വേറൊരാൾക്ക് എന്ത് ചെയ്യുന്നു, മറിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന തങ്കപ്പച്ചേട്ടൻ എന്താ ലാഭം, ഈ പറയുന്ന 3 ലക്ഷം രൂപ. ഇത് തന്നെയാണ് ഫ്യൂച്ചേഴ്സിനകത്തിൽ സംഭവിക്കുന്നത്. 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റ് സമയമാകുമ്പം അത് ഫുൾഫിൽ ചെയ്യണം. അത് നഷ്ടമായാലും ലാഭമായാലും നമ്മളവിടെ ആ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്തേ ഒക്കത്തുള്ളൂ, ആ കോൺട്രാക്റ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്തേ ഒക്കത്തുള്ളൂ, ആ എഗ്രിമെൻറ്റ് നമ്മൾ പാലിക്കണം. അങ്ങനെ അപ്പം മാത്തുക്കുട്ടിച്ചാന് വലിയ നഷ്ടങ്ങളൊന്നുമില്ല, പുള്ളി ആ മനസ്സിൽ വിചാരിച്ച പൈസ തന്നെ കിട്ടി. പക്ഷെങ്കിൽ ഇങ്ങനൊരു ന്യൂസ് നമ്മുടെ മാത്തുക്കുട്ടിച്ചാൻ അറിയാതെ പോയി, അതുകൊണ്ട് അതിൻ്റെ ആ ലാഭം മൊത്തത്തിൽ മാത്തുക്കുട്ടിച്ചാന് കിട്ടാതെ പോയി. പക്ഷേ തങ്കപ്പച്ചേട്ടൻ എന്ത് ചെയ്തു, ഈ ന്യൂസ് നേരത്തെ അറിഞ്ഞു, അതുകൊണ്ട് അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം തങ്കപ്പച്ചേട്ടൻ കളിച്ചു. അങ്ങനെ തങ്കപ്പച്ചേട്ടൻ എന്ത് ചെയ്തു, 3 ലക്ഷം രൂപ ഇടയ്ക്ക് നിന്ന് സുന്ദരമായിട്ട് ഉണ്ടാക്കി. ഇത് തന്നെയാണ് ഓപ്ഷൻസ്. അപ്പം ഈ ഫ്യൂച്ചേഴ്സ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം വളരെ പഠനങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ തങ്കപ്പച്ചേട്ടൻ പഠിച്ചുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇടയ്ക്ക് നിന്ന് 3 ലക്ഷം രൂപ സുന്ദരമായിട്ട് കിട്ടിയത്. അപ്പം നമ്മൾ ഫ്യൂച്ചേഴ്സിന് ചെയ്യുമ്പം കൃത്യമായ പഠനങ്ങളും മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്കിനും ഉണ്ട്, പിന്നെ ഓരോ സ്റ്റോക്കിനും ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, F&O ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾക്ക് പിന്നെ F&O സെഗ്മെൻറ്റിലുള്ള അവർക്കെല്ലാം ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സിനും ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ കൂടുതൽ വിശദവിവരങ്ങൾ പിന്നെ നമുക്ക് വരും സമയങ്ങളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സംഭവമാണ് ഓപ്ഷൻസ്. ഓക്കെ, എന്താണ് ഓപ്ഷൻസ്? ഓക്കെ, നമ്മൾ ഇഷ്ടം പോലെ ധാരാളം കേട്ടിട്ടുണ്ട് ഓപ്ഷൻസ്. അപ്പം ഈ ഓപ്ഷൻസ് എന്താണ്? ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതിനും ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേയിൽ നമ്മൾ ഈ കോൺട്രാക്റ്റ് പാലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെങ്കിൽ അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന പൈസ പ്രീമിയം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രീമിയം, ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തായിരിക്കും നമ്മൾ ഈ ഓപ്ഷൻസ് വാങ്ങിക്കുന്നത്. അതിന് ഒരു എക്സ്പയറി ഡേ ഉണ്ട്. പക്ഷേ ആ എക്സ്പയറി ഡേയിൽ നമ്മൾ ഇത് ഫുൾഫിൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് പാലിക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പിന്മാറാം. ഓക്കെ, അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു തുക, ചെറിയൊരു പ്രീമിയം കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൻ്റെ തന്നെ എടുക്കുക. റിലയൻസിൻ്റെ വില ഇപ്പോൾ 1000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ 1000 രൂപ എന്നുള്ളത് ഈ മാസം അവസാനമാകുമ്പോൾ ഇത് ഒരു പക്ഷെങ്കിൽ ഒരു 1200 രൂപ ആകാനുള്ള സാധ്യത ഉണ്ട്. എൻ്റെ സ്റ്റഡിയും എൻ്റെ പഠനവും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു 1200 രൂപ വരെ എത്താനുള്ള സാധ്യത ഇത് ഉണ്ട്. അപ്പം നിലവിൽ റിലയൻസിൻ്റെ വില 1000 രൂപയാണ്. അപ്പോൾ ഈ 1000 രൂപയുടെ അതിന് സ്ട്രൈക്ക് എന്നാണ് പറയുന്നത്. ഈ 1000 രൂപയുടെ ഒരു സ്ട്രൈക്ക് ഞാൻ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട്, ഇപ്പോൾ ആ ഒരു 1000 രൂപയ്ക്ക് പകരം ഒരു 50 രൂപയോ 60 രൂപയോ കൊടുത്തിട്ട് ഞാൻ ഈ സാധനം സ്ട്രൈക്ക് വാങ്ങിക്കുന്നു. ഇതിൻ്റെ ഡെപ്തിലോട്ട് പോകണമെങ്കിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ വളരെ ലളിതമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് ബാക്കി, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ആദ്യം നിങ്ങൾ എന്താ സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ പുതിയ ആൾക്കാർക്ക്. അപ്പം ഈ സാധനം നമ്മൾ ഒരു 50 രൂപ അല്ലെങ്കിൽ 60 രൂപ പ്രീമിയം കൊടുത്തിട്ട് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നത്. ഇതും ലോട്ട് സൈസാണ്. 100 150 രൂപ 150 എണ്ണത്തിൻ്റെ ഒരു ലോട്ടായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഒരെണ്ണമായിട്ട് നമുക്കിത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ 100 എണ്ണത്തിൻ്റെ ഒരു ലോട്ടാണെന്നുണ്ടെങ്കിൽ 100 × 50 രൂപ കൂട്ടിക്കുക. 50 രൂപ 5000 രൂപ അല്ലേ? 5000 രൂപ കൊടുത്തിട്ട് ഞാൻ ആക്ച്വലി ഇതിൻ്റെ വില എത്ര? ഒരു സ്റ്റോക്കിൻ്റെ വില 1000 രൂപയാണ്. 100 എണ്ണം ഒരു ലോട്ടെങ്കിൽ 1000 × 100 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം ഇല്ലേ? 1 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ നമുക്ക് ഈ സാധനം കിട്ടത്തുള്ളൂ. പക്ഷേ ഞാനൊരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നു. 1 ലക്ഷം രൂപയ്ക്ക് പകരം 5000 രൂപ കൊടുത്ത് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നു. എൻ്റെ ഉദ്ദേശം എന്തുവാണ്?
ഇത് മാർക്കറ്റ് ഈ കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോൾ ഏകദേശം 1200 രൂപ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന പ്രീമിയത്തിന് വില കൂടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഡിമാൻഡ് കൂടുമല്ലോ. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം 1000 രൂപയുടെ സാധനം 1200 ആകുമ്പം അതിൻ്റെ ഡിമാൻഡും കൂടും. ആ ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ പ്രീമിയത്തിനും ആ ടോക്കൺ അഡ്വാൻസും നമ്മൾ ചിലപ്പം ടോക്കൺ അഡ്വാൻസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ യഥാർത്ഥ എന്താ പറയുന്നത്, അതിൻ്റെ ആസ്പെക്ട്സ് ഒക്കെ വേറെയാണ്. ബട്ട് ഞാൻ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 1200 രൂപ സമയമാകുമ്പോൾ ഈ പ്രീമിയം 50 രൂപ കൊടുക്കേണ്ട പ്രീമിയം ചിലപ്പോൾ 70 രൂപ 80 രൂപ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആ ദിവസങ്ങളിൽ ആ എക്സ്പയറി ഡേയിൽ ഇത് കൂടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഈ ടോക്കൺ അഡ്വാൻസ് 5000 രൂപ കൊടുത്ത് നമ്മളിത് ഇത് വാങ്ങിക്കുന്നത്. അതിനുശേഷം ഈ സാധനം ആ ഡേറ്റ് ആകുമ്പോൾ ഒരു 1200 രൂപയോട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള പ്രീമിയം, നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്ത് 50, 60, 70 ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്പം 100 ലോട്ടാണ്. ഒരു ലോട്ടെന്ന് വെച്ചാൽ എത്രയാണ്? 100ആണ്. അപ്പം 100 ഗുണം 60 അല്ലെ 70, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7000 രൂപ കിട്ടാനുള്ള. അപ്പോൾ 2000 നമ്മൾ 5000 രൂപയാണ് കൊടുത്തത്, നമുക്ക് 2000 രൂപ ലാഭം കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ? അപ്പം ഇതുപോലെയാണ്. അപ്പം നഷ്ടം വന്നാൽ നമുക്ക് നമ്മൾ നഷ്ടത്തിൽ കൊടുക്കേണ്ടി വരും. താഴോട്ട് പോവുക 1000 ഈ കോൺട്രാക്റ്റ് ആകുമ്പം ഈ 1900 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ വാങ്ങിക്കേണ്ടി വരത്തില്ല, വാങ്ങിക്കേണ്ട. കാരണം നമുക്ക് അങ്ങനെ ബാധ്യതയൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പം വില കുറയുക 1000 രൂപ എന്നുള്ളത് 900, 800 ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഉരുക്കി തീരും. അല്ലെങ്കിൽ ഞാൻ ഉരുക്കി തീരുമെന്നാണ് പറയുന്നത്, മെൽറ്റായി പോകുന്ന അല്ലെങ്കിൽ ഡീക്കേ ആയി പോകുന്നതാണ് പറയുന്നത് നമ്മുടെ ഭാഷയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 5000 രൂപ പോയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ 5000 രൂപ നഷ്ടപ്പെടും. അപ്പം മുകളോട്ട് അപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളൂ. നമുക്ക് കോൾ ഓപ്ഷൻ, അതിൻ്റെ 2 ഓപ്ഷൻസ് ഉണ്ട്, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ മാർക്കറ്റ് മുകളോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊടുത്ത പ്രീമിയത്തിന് അതിൽ അപ്രീസിയേഷൻ ഉണ്ടാകും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടി വരും. നമുക്കൊരു ബാധ്യതകളൊന്നുമില്ല. ഈ കൊടുത്ത പ്രീമിയമാണ് നമ്മുടെ ബാധ്യത. അതേസമയം ഫ്യൂച്ചറിനകത്തിൽ അങ്ങനെയല്ല, നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ നഷ്ടമായാലും ലാഭമായാലും നമ്മൾ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അത് എക്സസൈസ് ചെയ്യണം. ഓപ്ഷൻ അതിൽ അങ്ങനെ ഒരു സംഭവമില്ല. കൊടുത്ത കാശാണ് നമ്മുടെ ആകെ ബാധ്യത. അപ്പം ഇതും ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഈ പറയുന്നത് നമുക്ക് മാത്തുക്കുട്ടിച്ചാൻ എടുക്കാം. മാത്തുക്കുട്ടിച്ചാൻ കുറച്ച് സ്ഥലമുണ്ട്, 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് മാത്തുക്കുട്ടിച്ചാൻ കപ്പ നട്ടു. ഓക്കെ, കപ്പ നട്ട് കഴിഞ്ഞപ്പം അപ്പം ഒരു 6-7 മാസം കഴിയുമ്പോൾ കപ്പയുടെ വിളവെടുക്കാമല്ലോ. 7-8 മാസം കഴിയുമ്പോൾ എടുക്കാം. അപ്പം ഒരു ഓണമൊക്കെ അടുപ്പിച്ച് പറിക്കത്തക്ക രീതിയിലാണ് മാത്തുക്കുട്ടിച്ചാൻ കപ്പ നട്ടത്. അപ്പം കപ്പ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കരുത്തോടെ കപ്പയൊക്കെ വളർന്നു വരുന്നു. അപ്പം ഈ പറഞ്ഞ നമ്മുടെ തങ്കപ്പച്ചാൻ്റെ ആ വഴിക്ക് പോയപ്പം കപ്പ കൊള്ളാം, നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ കപ്പയ്ക്ക് ഒരു കിലോ 30 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പം തങ്കപ്പച്ചാട്ടൻ കണക്ക് കൂട്ടിയപ്പോൾ ഇത് ഓണ സമയമാകുമ്പോഴത്തേക്കും പറിക്കും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കപ്പയ്ക്ക് വില കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മാത്തുക്കുട്ടിച്ചാൻ ചെന്ന് പറഞ്ഞു. തങ്കപ്പച്ചാട്ടൻ പറഞ്ഞു, പക്ഷേ കപ്പ കൊടുക്കുന്നെങ്കിൽ തന്നിട്ട് ഞാൻ എടുത്തോളാം പറിക്കുന്ന സമയമാകുമ്പോൾ. ഓക്കെ, കിലോ 30 രൂപ വെച്ച് ഞാൻ എടുത്തോളാം ഓണ സമയമാകുമ്പോൾ. അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ നിലവിലത്തെ പ്രൈസ് 30 രൂപയാണ്, നല്ല വിലയാണ്. അവിടെ പോയി തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം തങ്കപ്പച്ചാട്ടൻ എന്ത് ചെയ്തു? ഒരു 1000 കിലോ കപ്പയുണ്ടെന്ന് വിചാരിച്ചു. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾ പറയുകയാണെ, ഒരു 1000 കിലോ കപ്പയുണ്ട്. ഓക്കെ, 1000 കിലോ കപ്പ കിലോ 30 രൂപ വെച്ച് 1000 ഗുണം 30, 30,000 രൂപ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം ചെയ്യും, ഇനിയുണ്ടല്ലോ സമയമുണ്ടല്ലോ, ഒരു 2000 രൂപ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരുന്നു. ഓക്കെ, 2000 രൂപ ടോക്കൺ അഡ്വാൻസ് എന്ന് പറഞ്ഞ് 2000 രൂപ എടുത്ത് തങ്കപ്പച്ചാട്ടൻ വീശി അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ്ട കപ്പ ഞാൻ കൊടുക്കല്ലേ, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കൊടുക്കുന്ന 2000 രൂപയാണ് നമ്മുടെ പ്രീമിയം. കപ്പയുടെ ഒറിജിനൽ വില എത്ര? 30,000 രൂപയുടെ കപ്പയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഈ കപ്പ വെറും 2000 രൂപ പ്രീമിയം കൊടുത്ത് ഉറപ്പിച്ച് വെക്കുന്നു, ഇല്ല ഇതെനിക്ക് കിട്ടും, അല്ല ഇതെനിക്ക് വേണം എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻസ്. ഓക്കെ, നമ്മളൊരു ചെറിയ പ്രീമിയം കൊടുത്ത് നമ്മൾ ഇതിനെ ഉറപ്പിക്കുന്നു. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പറയാനുള്ളൊരു വാചകം. ഓക്കെ, അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പം ഒരു 2000 രൂപ കൊടുത്തുള്ളൂ, 30,000 രൂപയ്ക്ക് 2000 രൂപ കൊടുത്ത് നമ്മൾ സംഭവം ഉറപ്പിച്ചു. ഓക്കെ, 6 മാസം അല്ലെ കപ്പ പറിക്കാറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന തങ്കപ്പച്ചാട്ടൻ വിചാരിച്ച പോലെ രണ്ട് സിനാരി പറയാം. തങ്കപ്പച്ചാട്ടൻ വിചാരിച്ച പോലെ തന്നെ കപ്പയ്ക്ക് വില കൂടി. ഈ 30 എന്നുള്ളത് 45 രൂപയായി, അല്ലെ 50 രൂപ. ഇപ്പം നിലവിൽ കപ്പയ്ക്ക് 50 രൂപ വിലയുണ്ട്. ഞാൻ ഈ നാട്ടിൽ പോയപ്പോൾ കണ്ടതാണ്. 1 കിലോ കപ്പയ്ക്ക് 50 രൂപ വിലയുണ്ട്. അപ്പം കപ്പയുടെ വില കുതിച്ച് കയറി 50 രൂപയായി. അപ്പം നമ്മുടെ തങ്കപ്പച്ചാട്ട സമയമായപ്പം പൊങ്ങി, അച്ചായോ കപ്പ പറിക്കണ്ടായോ? അപ്പം മാത്ത് കുടിച്ചാൽ നോക്കുമ്പം എന്താണ് 30 രൂപയ്ക്കാണ്. പക്ഷേ നിലവിൽ കപ്പയ്ക്ക് എന്ത് ചെയ്തു? 50 രൂപ
വിലയുണ്ട്. അപ്പം പക്ഷേ തരത്തില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വാക്ക് പറഞ്ഞതാണ്, നമ്മൾ അഡ്വാൻസ് മേടിച്ചതാണ്. അപ്പം മാത്തുക്കുട്ടിച്ചാൻ 50 രൂപയ്ക്ക് 30 രൂപയ്ക്ക് തന്നെ ഈ കപ്പ കൊടുക്കേണ്ടി വരും. തങ്കപ്പച്ചേട്ടൻ ഇത് മറിച്ച് 50 രൂപയ്ക്ക് വിൽക്കും. 20 രൂപ തങ്കപ്പച്ചേട്ടന് ലാഭം കിട്ടും. വിലക്കൂലി എല്ലാം കഴിഞ്ഞാൽ എന്തായാലും 10 രൂപ എന്ത് ചെയ്യും പുള്ളിക്ക്. ഈ വിലക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ ബ്രോക്കറേജ് ചാർജും ഈ ടാക്സും എല്ലാം കൂടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കാണിക്കുമ്പോൾ തങ്കപ്പച്ചേട്ടൻ എന്തായാലും ഒരു 10-15 രൂപ 1 കിലോ കപ്പ ലാഭം കിട്ടും. തങ്കപ്പച്ചേട്ടന് ക്ലീനായിട്ട് പിന്നെ ഒരു 10,000-15,000 രൂപ എന്ത് ചെയ്യും കൃത്യമായിട്ട് ലാഭം കിട്ടും. അപ്പം അച്ചായന് നഷ്ടം, മാത്തുക്കുട്ടിച്ചാണ് നഷ്ടമൊന്നുമില്ല. അന്ന് പറഞ്ഞ വിലയ്ക്കുള്ള 30 രൂപയുടെ ആ റേഞ്ചിലുള്ള കപ്പയാണ് അന്ന് വില. ആ റേഞ്ചിൽ തന്നെ പൈസ കിട്ടി, നഷ്ടമൊന്നുമില്ല. തങ്കപ്പച്ചേട്ടൻ അത് മറിച്ച് വിറ്റപ്പം പുള്ളിക്ക് എന്ത് ചെയ്തു 10,000-15,000 രൂപ ലാഭം കിട്ടി. ഇത് തന്നെയാണ് ഓപ്ഷൻസ്. നമ്മളൊരു പ്രീമിയം കൊടുത്ത് ഒരു അഡ്വാൻസ് കൊടുത്ത് ഒരു സംഭവം ഒരു എഗ്രിമെൻ്റ് എഴുതുന്നു, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു. അത് സമയമാകുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ സാധനം വാങ്ങിക്കാം. ഇനി ഈ കോൺട്രാക്റ്റ് ഉപേക്ഷിക്കുന്ന അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് അഡ്വാൻസ് കൊടുത്തോട്ട് നമ്മളിത് മേടിച്ചു, തങ്കപ്പച്ചേട്ടൻ മറിച്ച് വിറ്റു. ഓക്കെ, ഈ അടുത്ത കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കപ്പയ്ക്ക് വില കുറഞ്ഞ് കപ്പ ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടുകാർ മുഴുവൻ കപ്പ നട്ടു, ആൾക്കാർ മുഴുവൻ കപ്പ നട്ടപ്പോൾ കപ്പ ഇഷ്ടം പോലെ നാട്ടിൽ കപ്പ നട്ടിട്ട് നടക്കാൻ വയ്യ. അപ്പോൾ ഈ പറഞ്ഞ പോലെ 30 രൂപ എന്നുള്ളത് എന്ത് ചെയ്തു, കപ്പ വില എന്ത് ചെയ്തു, ഇടിഞ്ഞു. അപ്പോൾ കപ്പയ്ക്ക് 20-25 രൂപ നാട്ടിൽ കപ്പ കിട്ടാനുണ്ട്. അപ്പോൾ തങ്കപ്പച്ചേട്ടൻ വന്നു പറഞ്ഞു, അച്ചായോ കപ്പ മേടിക്കാൻ ആരുമില്ല, സോറി കപ്പ വേണ്ട അച്ഛൻ, കപ്പ ആർക്കെങ്കിലും വിറ്റോ എന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഇവിടെ ബാധ്യതയില്ല. 2,000 രൂപ. അപ്പോൾ അച്ഛൻ ഞാൻ 2,000 രൂപ അഡ്വാൻസ് തന്നില്ലേ, അത് പോട്ടെ, എനിക്ക് വേണ്ട, 2,000 രൂപ അച്ഛൻ എടുത്തു, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, അച്ഛൻ വേറെ ആരെങ്കിലും കണ്ട് കപ്പ വിറ്റോ എന്ന് പറഞ്ഞ് നൈസായിട്ട് തങ്കപ്പച്ചേട്ടൻ നിന്ന് സ്കൂട്ടായി. അപ്പം അപ്പോൾ നമ്മുടെ അച്ചായൻ പിന്നെ മാത്തുക്കുട്ടിച്ചാൻ എന്ത് ചെയ്തു, അത് വേറെ ആർക്കെങ്കിലും ലാഭത്തിലോ നഷ്ടത്തിലോ അത് വിറ്റ് ഉള്ള കാശ് വാങ്ങിക്കുന്നു. അപ്പം ഇവിടെ നഷ്ടം വെറും 2,000 രൂപ മാത്രമേ ഉള്ളൂ. ആർക്ക്, തങ്കപ്പച്ചേട്ടന്. പക്ഷെങ്കിൽ ഈ ആദ്യത്തെ സിനാരിയോയിൽ വില കൂടിയിരുന്നെങ്കിൽ 50 രൂപ ആയിരുന്നെങ്കിൽ 10-15,000 രൂപ ക്ലീനായിട്ട് തങ്കപ്പച്ചേട്ടന് കിട്ടിയേനെയും വെറും 2,000 രൂപ മുടക്കിന്. ഓക്കെ, അതേസമയം നഷ്ടം വന്നാൽ ആകെയും പോകുകയും 2,000 രൂപ മാത്രമേ തങ്കപ്പച്ചേട്ടന് നഷ്ടമുള്ളൂ. അതുകൊണ്ട് ആ വലിയ ബാധ്യതയിൽ നിന്ന് എന്ത് ചെയ്തു, തങ്കപ്പച്ചേട്ടൻ ഒഴിവായി. അപ്പം ഇതാണ് ഓപ്ഷൻസിൽ സംഭവിക്കുന്നത്. ചെറിയ പ്രീമിയം കൊടുത്ത് മാർക്കറ്റിൻ്റെ ഗതിവിഗതികളെ മാർക്കറ്റിൻ്റെ ഗതിവിധികളെ നമ്മൾ മനസ്സിലാക്കി ഓപ്ഷൻസിൻ്റെ പ്രീമിയം വാങ്ങിച്ച് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ലാഭം കിട്ടുകയും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്ത പ്രീമിയം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് ഓപ്ഷൻസിനകത്തിൽ സംഭവിക്കുന്നത്. ഇനി മാത്തുക്കുട്ടിച്ചാൻ, ഇപ്പം ഇവിടെ ബയർ എന്ന് പറയുന്നത് ഇവിടെ 2 പാർട്ടികളുണ്ട്. ഫ്യൂച്ചറിനകത്തിലായാലും പിന്നെ ഓപ്ഷൻസിനകത്തിൽ 2 പാർട്ടികളുണ്ട്. ഒരു ബയറും ഉണ്ട്, ഒരു സെല്ലറും ഉണ്ട്. എന്ത് സംഭവം നടക്കണമെങ്കിൽ ഒരു ബയറും ഒരു സെല്ലറും വേണമല്ലോ. ഇവിടെ തങ്കപ്പൻ ബയറാണ് ഇല്ലേ, നമ്മുടെ സെല്ലർ ആരാണ്, മാത്തുക്കുട്ടിച്ചാനാണ്. അപ്പം ഇവിടെ ബയർക്ക് എന്താ ലാഭം, ബയർക്ക് നഷ്ടമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വില കൂടിയാൽ ബയർക്ക് ലാഭമാണ്. അതനുസരിച്ചുള്ള പ്രീമിയം നമ്മൾ മാത്തുക്കുട്ടിച്ചാൻ കൊടുക്കേണ്ടി വരും. അപ്പം മാത്തുക്കുട്ടിച്ചാൻ തത്വത്തിൽ എന്ത് ചെയ്തു, മാർക്കറ്റിലുള്ള വില കിട്ടിയില്ല, നഷ്ടമാണ്. നേരത്തെ പറഞ്ഞുറപ്പിച്ച അതേ എഗ്രിമെൻറ്റ് നമ്മൾ മാത്തുക്കുട്ടിച്ചാൻ പാലിക്കേണ്ടി വരും. ചോദിച്ചാൽ കൊടുത്തേ വെക്കത്തുള്ളൂ ഇല്ലേ. അതേസമയം ഇത് നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ 2,000 രൂപയും മുഴുവൻ എന്ത് ചെയ്തു, മാത്തുക്കുട്ടിച്ചാന് സെല്ലർക്ക് കിട്ടി. ഈ 2,000 രൂപ കൊടുത്ത പ്രീമിയം തിരിച്ചു ചോദിക്കാൻ പറ്റത്തില്ല, അത് ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 2,000 രൂപ എന്ത് ചെയ്തു, മാത്തുക്കുട്ടിച്ചാൻ ലാഭം. മാത്തുക്കുട്ടിച്ചാൻ എന്ത് ചെയ്തു, വേറൊരാൾക്ക് വീണ്ടും ഇത് മറിച്ച് വിറ്റും. അവിടെ കിട്ടുന്ന ലാഭമോ നഷ്ടമായാലും ഈ കിട്ടിയ 2,000 രൂപ സെല്ലർക്ക് എന്ത് ചെയ്യും, ലാഭം. ഇതാണ് ഓപ്ഷൻ സെല്ലിങ്ങിനകത്ത് നടക്കുന്നത്. ബയർ കൊടുക്കുന്ന പ്രീമിയം പിന്നെ ബയറിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് സെല്ലറിന് ലാഭമായിട്ട് തീരും. അപ്പോൾ സെല്ലറിന് അത് അത്രയും പൈസ മുതൽക്കൂട്ടാകും. അല്ല തിരിച്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർ ആ പറഞ്ഞ റേറ്റിന് ആ സംഭവം അത് വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ 30 രൂപ എന്ന് പറഞ്ഞത് 35 40 മാർക്കറ്റിൽ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തും മാത്തുക്കുട്ടിച്ചാൻ ആ സംഭവം കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഓപ്ഷൻസ് കൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അത്യാവശ്യം, അതായത് ഒരു മാർക്കറ്റ് ഒന്നും അറിയാത്തവർക്ക് എങ്ങനെയാണിത് മനസ്സിലാക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനകത്ത് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഒരു പ്രീമിയം വാങ്ങിക്കുന്നതും അതെങ്ങനെയാണ് അത് ഉരുകിത്തീരുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഷോർട്ട് സെല്ലിൽ എല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കി, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ പോകെ നിങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്
വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒരു കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണലിസമോ അല്ലെങ്കിൽ വലിയ പിന്നെ തിയററ്റിക്കലായിട്ടുള്ള അടിസ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും പച്ച മലയാളത്തിൽ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് മാർക്കറ്റിൽ നിങ്ങൾ ഈ കേൾക്കുന്ന F&O അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയൊരു സെഗ്മെൻറ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു ഓൾ.